ചങ്ങായിമാരെ അടുത്ത ഇലക്ഷനോടുകൂടി കേരളം പിടിക്കാൻ വേണ്ടി BJP തീരുമാനിച്ചു. അതിനുവേണ്ടി അവരൊന്നിച്ചു. ആരാണ് അവരെന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്? കർണാടകയുടെ പൊന്നോമന പുത്രൻ, ഭൂമി കുംഭകോണം മുതലാളിയും പിന്നെ നമ്മുടെ എല്ലാമായ ഉള്ളി, നമ്മുടെ കുഴപ്പണത്തിന്റെ മുതലാളി ഉള്ളിയും ഒന്നിച്ചിന്ന് പത്രസമ്മേളനം നടത്തി. ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി കേരളം പിടിക്കുമെന്നാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായി നമ്മുടെ ഉള്ളിസുരയും മുതലാളിയും വേദി പങ്കിടുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. 2.5 കൊല്ലം ചന്ദ്രശേഖര മുതലാളി കക്കും, പിന്നത്തെ 2.5 കൊല്ലം ഉള്ളിസുര കക്കും. അങ്ങനെയാണ് തീരുമാനമായിട്ടുള്ളത്. അങ്ങനെ കേരളം പിടിച്ചെടുക്കാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അവർ രണ്ടാൾ ഇന്ന് ഒരുമിച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തി. അതെന്തിനാണെന്നറിയോ? നമ്മുടെ ഉന്നത കുല ബ്രാഹ്മണിക്കൽ തന്ത്രി, അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട, കള്ളൻ, നമ്മുടെ ശബരിമലയ്ക്ക് കട്ട കള്ളനില്ലേ, കള്ളൻ തന്ത്രിക്ക് വേണ്ടി അയാളെ ന്യായീകരിക്കാൻ വേണ്ടി 2 എണ്ണവും വന്നിട്ട് നാണവും മാനും ഉളുപ്പില്ലാണ്ട് അങ്ങ് ന്യായീകരിക്കുന്നു. നമുക്കെന്തായാലും ആദ്യത്തെ ന്യായീകരണം കേൾക്കാം. നമ്മളെ മുതലാളി, കർണാടക ഭൂമി കുംഭ മുതലാളിയിലെ മുതലാളി എങ്ങനെയാണ് ന്യായീകരിക്കുന്നത് കണ്ടിട്ട് വന്നല്ലോ. പോറ്റിന്റെ പിന്നിലും പോറ്റിനെ പ്രോത്സാഹിക്കുന്ന സോണിയാഗാന്ധിജിയും, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ സോണിയാഗാന്ധിജിയും, LDFന്റെ മുതിർന്ന നേതാവായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും. അപ്പോ CPM കോൺഗ്രസ് കുറുവ സംഘം ആണ് ഈ കൊള്ളയിന്റെ പിന്നിൽ. അപ്പോ ഇതിന്റെ അന്വേഷണമാണ് നടക്കേണ്ടത്. ഇനി തന്ത്രി എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല, റിമാൻഡില് എന്ത് പറഞ്ഞു, അതിനെക്കുറിച്ച് 2 വാക്ക് ആരാ പറയുന്നത്? കേസ് പറയാൻ വന്നില്ല. അതിനെക്കുറിച്ച് കേസ് സംസാരിക്കും. പക്ഷെ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയക്കാരുണ്ട്. കോൺഗ്രസും CPM രണ്ടുപേരും ഇതിന്റെ പിന്നിലുണ്ടെന്ന് ആർക്കും ഒരു സംശയമില്ല. സംശയം, നോട്ട് ദി പോയിന്റ്. സംശയം. ഇയാളാണ് കുറച്ചുകാലം മുന്നേ എനക്ക് മലയാളം സംസാരിക്കാനും അറിയാം, വേണമെങ്കിൽ മുണ്ട് മടക്കി കുത്താനും അറിയുന്നു പറഞ്ഞേ. മലയാളി ഇതാണെങ്കിലും മലയാളിയെ നിങ്ങൾ മുണ്ട് ദയവ് ചെയ്തിട്ട് മടക്കി കുത്തല്ലാട്ടാ. നിങ്ങളെങ്ങാനും മുണ്ട് മടക്കി കുത്തിയാലി നിങ്ങൾ ശുഷ്കാന്തി ഇടില്ല, കേരളം മൊത്തം കാണും. അതുകൊണ്ട് ദയവ് ചെയ്ത് മുണ്ട് മടക്കി കുത്തണ്ട. ഈ മലയാളം അത് മലയാളി സഹിച്ചോളൂ. പിന്നെ മുതലാളി ഫസ്റ്റ് പറഞ്ഞു തന്ത്രിയുടെ പിന്നിലെന്ന്. തന്ത്രിയുടെ പിന്നിലായാലും ശരി, എന്റെ പിന്നിലായാലും ശരി, മുതലാളി നിങ്ങളെ പിന്നിലായാലും ശരി, കേരളത്തിലുള്ള എല്ലാവരുടെയും പിന്നിലും ഒരു സാധനം തന്നെയാണ്. അതിപ്പോ ഉന്നത കുല ബ്രാഹ്മണനായോണ്ട് പിന്നിൽ വേറെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും ഇല്ല. എത്രമാത്രം ഹിന്ദുക്കളെ അറസ്റ്റ് ചെയ്യുന്ന ഇന്ത്യയിൽ ഒട്ടാകെ, അപ്പോഴൊന്നും കുരുപൊട്ടാത്ത നിങ്ങൾക്ക് ഒരു ഉന്നത കുല ബ്രാഹ്മണനെ പൊക്കുമ്പോ മാത്രം എന്തിനാണ് ഇത്രമാത്രം കുരുപൊട്ടുന്നത് എന്റെ മുതലാളിയെ? നമുക്കിനി മുതലാളിയുടെ അടുത്ത കുത്തുതിരിപ്പ് വർത്താനം കേട്ടിട്ട് വരാം. അതുകൊണ്ട് 14-ാം തീയതി മകരവിളക്ക് ആ ദിനം BJP NDA ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് MT രമേശ് ആദ്യം സൂചിപ്പിച്ചാണ്, ഇന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. വീട്ടിലും നാട്ടിലും അയ്യപ്പ ജ്യോതി. 14-ാം തീയതി മുതൽ ഒരു ശക്തമായ NDAന്റെ ഒരു പ്രോഗ്രാം. ഇതിന്റെ പിന്നിൽ ആരാണ്, അവരെല്ലാം എക്സ്പോസ് ചെയ്യാൻ ഞങ്ങളൊരു പ്രതിഷേധം, ഞങ്ങളൊരു സമരം നടക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ മുതലെടുക്കാനാണ് ഉദ്ദേശം അല്ലേ ചന്ദ്രശേഖരൻ മുതലാളി? കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് ഇതുപോലെയൊന്നും മുതലെടുക്കാൻ നോക്കിയിട്ട് നിങ്ങൾ അടുത്തിരിക്കുന്ന മറ്റേ ഉള്ളിസുരയില്ലേ, ഉള്ളിസുര 2 സ്ഥലത്ത് മത്സരിച്ചിന്. ഒരു സ്ഥലത്തേക്ക് ഹെലികോപ്റ്ററിലാന്ന് പറന്നു പോയത്, എന്നിട്ട് 2 ഇടയ്ക്കും 8 നിലയിൽ പൊട്ടി. അതുകൊണ്ട് മുതലെടുക്കുന്നതിന് മുമ്പിലെ അതൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ല കേട്ടോ മുതലാളി. ഉത്തരേന്ത്യക്കാരെ ഭക്തി പറഞ്ഞിട്ട് പൊട്ടന്മാരാക്കുന്നത് പോലെ മലയാളികളെ പൊട്ടന്മാരാക്കാൻ കുറച്ച് പണിയുണ്ട്. ഇനി നമ്മളെ മുതലാളി ചെയ്യണ്ടല്ല, ഹെലികോപ്റ്റർ പിടിച്ച് 2 എടുത്ത് പൊട്ടിയ സുരേന്ദ്രജിക്ക് മൈക്ക് കൈമാറും. എന്നിട്ട് നമ്മളെ സുരേന്ദ്രജി കുറെ പൊട്ടത്തരങ്ങളും കുറെ വീട്ടിത്തരങ്ങളും വരുന്നുണ്ട്, അതും കൂടി കേൾക്കാം. ഈ 2 വാക്ക് കെ സുരേന്ദ്രജി സംസാരിക്കും. അത് അന്ന് തുടങ്ങും. നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SIT അന്വേഷണം, അവരുടെ നടപടികൾ പലതും സംശയാസ്പദമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്റെ വിവരമില്ലാത്ത ഉള്ളിസുരെ, SITന്റെ അന്വേഷണം ഉണ്ടല്ല ഹൈക്കോടതിന്റെ കീഴിലാണ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സംശയം ഉണ്ടല്ല, അത് നിങ്ങൾ ഹൈക്കോടതിക്ക് നേരെയാണ് ഉയർത്തുന്നത്. ഇതുണ്ടല്ല കോടതി അലക്ഷ്യമാണ് എന്റെ ഉള്ളിസുരെ. പിന്നെന്താണ് ബുദ്ധിയും വിവരവും ഇല്ലാത്തവർ എന്തും പറയാ. അങ്ങനെയുള്ള ആൾക്കെതിരെ കേസെടുക്കാൻ വേണ്ടി കോടതിക്ക് പോലും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഉള്ളിസുരെ നിങ്ങൾ സേഫ് ആണ്. നമുക്ക് ഉള്ളിസുരേട്ടന്റെ അടുത്ത പൊട്ടത്തരം കൂടി കെട്ടിട്ട് വരാം. എന്നാൽ തന്ത്രിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തന്ത്രി ക്ഷേത്രത്തിലെ എല്ലാ വസ്തുക്കളുടെയും കസ്റ്റോഡിയൻ അല്ല, അത് ദേവസ്വം ബോർഡാണ്. തന്ത്രി അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹത്തിനുള്ള അധികാരം. അവിടെ പൂജ എങ്ങനെ വേണം, അവിടുത്തെ പിന്നെ കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, സമയം എങ്ങനെ ആയിരിക്കണം, അതിനപ്പുറത്ത് ദേവസ്വം ഭണ്ഡാരം സൂക്ഷിക്കാനുള്ള ഒരു അധികാരവും തന്ത്രിക്കില്ല. അതിന്റെ മുഴുവൻ കസ്റ്റോഡിയനും ദേവസ്വം ബോർഡ് തന്നെയാണ്. ഇവിടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് തന്ത്രി ആചാര ലംഘനം നടത്തിയെന്നാണ്. ആചാര ലംഘനം നടത്തിയിട്ട് കേസെടുക്കുകയാണെങ്കിൽ ആദ്യം പിണറായി വിജയനെതിരെയാണ് കേസെടുക്കുന്നത്. ഇവിടെ എത്രയോ ആചാര ലംഘനം അദ്ദേഹം തന്നെ നേരിട്ട് നടത്തിയിട്ടുണ്ട്. ശബരിമലയിലെ ഏറ്റവും
ആചാര ലംഘനത്തിന്റെ കാര്യമൊന്നും എന്റെ ഉള്ളി സുരേ ദയവ് ചെയ്ത് നിങ്ങളെ വായിന്ന് വരലാട്ടാ. 41 ദിവസം വ്രതം എടുത്തിട്ടാണ് എല്ലാവരും മലക്ക് പോകുന്നത്. നിങ്ങളുണ്ടല്ലോ ഒരു ദിവസം പോലും വ്രതം എടുക്കാണ്ടത് മല കയറിയതും മലയുടെ പകുതി എത്തുമ്പം ഹൻസുണ്ടല്ല അത് തട്ടിയിട്ട് ചുണ്ടിന്റെ ഇടക്ക് വെച്ചതും എല്ലാ മലയാളികളും കണ്ടതാട്ടോ. അതുകൊണ്ട് അതുപോലത്തെ ആചാര ലംഘനം നടത്തിയ നിങ്ങളുണ്ടല്ല ആചാര ലംഘനത്തെ കുറിച്ച് പറയുമ്പോൾ ചിരി വരുന്ന എന്റെ ഉള്ളി സുരേട്ടാ. അതും പറഞ്ഞിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തപ്പം സ്റ്റേഷനിൽ വെച്ചിട്ട് ഇരുമുടി കെട്ടിട്ടല്ല അത് വലിച്ചെറിഞ്ഞതും എല്ലാ മലയാളികളും കണ്ടതാണ്. എന്നിട്ട് അത് വലിച്ചെറിഞ്ഞത് പോലീസാന്ന് പറഞ്ഞിട്ട് പോലീസിന്റെ തലയിലിട്ട് ഊരാൻ നോക്കിയിട്ട് ആകെ നാണം കെട്ട് നാണിയിട്ടില്ല ഉള്ളി സുരേട്ടാ. എന്നിട്ട് നാണവും മാനും ഉളുപ്പില്ലാണ്ട് ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് ആചാര ലംഘനത്തിനെ കുറിച്ച് പറയുമ്പോ കുറച്ചെങ്കിലും ഒരു നാണം വേണ്ടേ? എന്ത് നാണം, എന്ത് മാനം, കാണ്ടാമൃഗം വരെ നിങ്ങളുടെ തൊലിക്കെട്ടിന്റെ പിന്നിൽ തോറ്റ് തുന്നം പാടിപ്പോ. നമുക്ക് ഉള്ളി സുരേട്ടന്റെ അവസാനത്തെ നൊടിച്ചലും കൂടി കേട്ടിട്ട് വരാം. ആചാര ലംഘനത്തിന് IPC-യിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ നിയമസംഹിതയിലോ എന്താ കേസുള്ളത്? 120B നിങ്ങൾ എടുത്തിരിക്കുന്നു, അതാണ് ചോദ്യം. ഞങ്ങൾക്ക് ഇപ്പോൾ തന്ത്രി അറസ്റ്റ് ചെയ്തതിലോ അതിന്റെ കക്ഷിയായിരുന്നൊന്നും ഞങ്ങളില്ല. തന്ത്രി അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നടപടിയായിട്ട് മുമ്പോട്ട് പോകാം, കോടതിയാണ് പറയുന്നത്. പക്ഷെ 120B എങ്ങനെയാണ് നിങ്ങൾ തന്ത്രിയുടെ പേരിൽ എടുക്കുന്നത്? 120B ഗൂഢാലോചന എടുക്കുമ്പോൾ എന്താ മോട്ടീവ്? തന്ത്രിക്ക് ഇതിന് ഒരു സാമ്പത്തിക സഹായം ലഭിച്ചു എന്ന് റിമാൻഡ് റിപ്പോർട്ടിലില്ല. ഈ സ്വർണ്ണക്കൊള്ളയിൽ ലഭിച്ച പണത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളിൽ നിന്നോ ഒരു സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിലില്ല. കേസിൽപ്പെട്ട ആരെയും സംരക്ഷിക്കാനില്ല, ആർക്കും വേണ്ടിയും വക്കാലത്തിനില്ല. പക്ഷേ ഈ കേസിൽ സംശയങ്ങൾ ധാരാളം ഉണ്ട്. പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ ആചാര ലംഘനം നടത്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞിരുന്നു എന്ന് പറയുന്ന തന്ത്രിയെ മാത്രം അറസ്റ്റ് ചെയ്യുന്നു. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത ഒരു തന്ത്രമാണെങ്കിൽ അതിവിടെ നടപ്പില്ല എന്ന് കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആരെയും വെറുതെ വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതിന്റെ അവസാന നിമിഷം വരെ, ഇതിന്റെ ലോജിക്കൽ എൻഡിൽ എത്തുന്നത് വരെ, ഇതിലെല്ലാ പ്രതികളും നിയമത്തിന്റെ വലയിലാവുന്നത് വരെ NDA സമരത്തിലുണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് സന്ദർഭം. എനിക്ക് ഉള്ളി സുരാടിന്റെ വപ്രാളം കാണുമ്പോഴല്ല അവസാനം വരെ സമരം ചെയ്യാൻ വേണ്ടി BJP-യിൽ ഒരാളും ഉണ്ടാവില്ല എന്ന് തോന്നുന്നത്. നമ്മളെ തന്ത്രി വായ തുറന്നു കഴിഞ്ഞാൽ BJP-ന്റെ പല ഉന്നത നേതാക്കന്മാർ പെട്ടുപോകുന്നതാണ് നമ്മൾ ഉള്ളി സുരാടിന്റെ ആ പേടി ഉണ്ടല്ല, ആ പേടി കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. നിങ്ങൾ തന്നെ പറയുന്നത് തന്ത്രിയെ പിടിച്ചാൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. എന്നിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞ് എന്തിനാണ് തന്ത്രിന്റെ പേരിൽ കേസെടുത്തതെന്ന്. ഏതെങ്കിലും ഒരു വൃത്തികെട്ട സ്ഥലത്ത് ഉറച്ചു നിൽക്ക് സുരേട്ടാ. ഉള്ളി സുരേട്ടൻ ആകെ പേടി വന്നിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും ഒന്നും ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. പിന്നെ നിങ്ങൾ പറഞ്ഞ പൊട്ടത്തരം വിശ്വസിക്കാൻ വേണ്ടി മലയാളികൾ നിങ്ങളെ പോലത്തെ പൊട്ടന്മാരല്ല. തന്ത്രി അറിയാണ്ട് അവിടുന്ന് ഒരു സാധനം എങ്ങോട്ടും പോകില്ലാന്ന് എല്ലാവർക്കും അറിയാം സുരേട്ടാ. പൊട്ടത്തരം പറയുന്നതും കള്ളത്തരം പറയുന്നതും നിങ്ങൾ അവകാശം വെച്ചിട്ട് ആ പൊട്ടത്തരവും കള്ളത്തരവും എല്ലാ മലയാളികളും വിശ്വസിക്കൂല കേട്ടാ. SIT നമ്മളെ തന്ത്രികളെ ചോദ്യം ചെയ്യുമ്പോണ്ടില്ല ആരൊക്കെയാണ് അതിൽ പെട്ടത്. ഇനിയിപ്പോ CPM-മാർ പെട്ടിട്ടുണ്ടോ, കോൺഗ്രസ്സുകാർ പെട്ടിട്ടുണ്ടോ, അവരെ പിടിച്ചോട്ടെ. അവർക്കില്ലാത്ത പേടി എന്തിനാണ് BJP-ക്കാർക്ക്? തന്ത്രിനെ പിടിക്കുമ്പോഴല്ല നമ്മൾ BJP-ക്കാർക്ക് മൊത്തം പേടിയും വെപ്രാളൊക്കെ വന്നത്. അതുകൊണ്ട് ശരിയായ രീതിയിൽ നടക്കുന്ന അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇതുപോലുള്ള പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും പച്ചക്കള്ളങ്ങളും പറഞ്ഞിട്ടില്ല കോടതി എടുത്തിട്ട് അലക്കും ഉള്ളി സുരേട്ടാ, നല്ല അലക്കലക്കും. അതുകൊണ്ട് കോടതിക്കെതിരെയാണ് നിങ്ങൾ സംസാരിക്കുന്നുള്ള മിനിമം ബോധവും വിവരങ്ങളും വേണം കേട്ടാ. ബോധവും വിവരവും നിങ്ങൾ BJP-ക്കാർക്ക് ഇല്ലാന്നറിയാം, എന്നാലും കുറച്ചെങ്കിലും ബോധവും വിവരവും പഠിച്ചിട്ട് സംസാരിക്കണം കേട്ടാ. എന്തായാലും ഇത്രയും ശത്രുതയുള്ള BJP-യിലെന്നല്ല ലോകത്തിലെ ഏറ്റവും ശത്രുതയുള്ള രണ്ടാൾക്കാർ സുരേട്ടനും നമ്മളെ മുതലാളി ഒരുമിച്ചിരുന്ന ഒരു പത്രസമ്മേളനം നടത്തണമെങ്കിൽ നമ്മളെ തന്ത്രി വായ തുറന്നെങ്കിൽ ആദ്യം വരുന്ന രണ്ട് പേരുകൾ ഏതൊക്കെയായിരിക്കുമെന്ന് മലയാളികൾക്ക് മനസ്സിലായി കേട്ടോ. അപ്പൊ ഉന്നത കുലക്കാരനായ ബ്രാഹ്മണിക്കൽ തന്ത്രിയെ പിടിച്ചപ്പോ, അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട, ഒരു കള്ളനെ പിടിച്ചപ്പോ കുരുപൊട്ടിയ എല്ലാ BJP-ക്കാർക്കും, എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.